ഈ ഒരു വീഡിയോ ഇച്ചിരി ലെങ്തി ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും മുഴുവനും കാണാനായിട്ട് ശ്രമിക്കുക എന്ന ആമുഖത്തോട് കൂടിയിട്ട് തുടങ്ങട്ടെ. യൂട്യൂബിലെ ഒരു ഇൻഫ്ലുവൻസറും അതേപോലെ തന്നെ ടാറ്റ ഏജിയുമായിട്ടുള്ള ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറേ ആളുകൾ ഈ പറഞ്ഞ പോലെ മെസ്സേജ് ഇടുകയുണ്ടായി, ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ, ഇതിനകത്ത് എന്താണ് ഇൻഷുറൻസ് കമ്പനിക്ക് പറ്റിയിട്ടുണ്ടാവുക, ഞങ്ങൾക്ക് എങ്ങനെ ഇതുപോലെ സംഭവിക്കാതിരിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള കുറേ സന്ദേശങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായി. ഞാനാണെങ്കിൽ ഒരു ക്ഷേത്ര നിർമ്മാണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്തിരി തിരക്കിലായി ഏകദേശം ഒരു മാസത്തോളം ഓഫീസിൽ നിന്ന് വിട്ട് നിൽക്കുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു. ഒരാൾ കോട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ കോട്ട് കൊടുക്കാറില്ല. അയാളോട് പറയും പ്രോഡക്റ്റ് എടുക്കുന്നതിന് മുമ്പ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ സെഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ പ്രോഡക്റ്റ് തരികയുള്ളൂ എന്ന് നിർബന്ധം പറയാറുണ്ട്. അപ്പൊ അതില് അങ്ങനെ വെക്കുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുവരെ ഒരു അസുഖത്തിന്റെ കാര്യമൊക്കെ ആളുകളോട് ചോദിക്കുമ്പോൾ ചില സാഹചര്യത്തിൽ അവർ അസുഖങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് പറയാറില്ല. പക്ഷെ ഇപ്പോ എനിക്കൊരു 99% ആളുകളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പണ്ട് കാലത്തുണ്ടായ ഒരു മൂക്കിപ്പനി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ പോലും പറയും. കാരണം എത്രത്തോളം ഇതായിട്ടാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നതെന്നുള്ളതിന്റെ ഒരു സീരിയസ്നെസ് അതിലാണ് അവർക്ക് കിട്ടുന്നത്, ആ ഒരു സെഷനിലാണ് അവർക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ക്ലയൻസിനെല്ലാം തന്നെ ആ ഒരു സംഭവം നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതിൽ നമുക്കൊരു 1.5 മണിക്കൂർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറിന് വേണ്ടിയിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അത്രയും കസ്റ്റമർ എഡ്യൂക്കേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ നമുക്ക് ക്ലെയിമിന് പോകാൻ പറ്റുന്നത് എന്നുള്ള ഒരു ധാരണ കസ്റ്റമറിനും, അതേപോലെ തന്നെ കുറെ കൂടെ ഈസി ആകും എന്നുള്ള അഡീഷണൽ ബെനിഫിറ്റുകൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ആ 1.5 മണിക്കൂർ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൂട്ടുന്നത് പോലുമില്ല ചില സാഹചര്യത്തിൽ. അപ്പൊ ഇവിടെ എന്തൊരു അസുഖം ഉണ്ട് എന്നുണ്ടെങ്കിലും അത് നമ്മളോട് പറയുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. അപ്പൊ എല്ലാ ഏജൻസും നിർബന്ധമായിട്ടും ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഹിസ്റ്ററി അവർക്കുണ്ട് എന്നുണ്ടെങ്കിൽ, ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിലവിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ എല്ലാവരോടും ചോദിക്കും. ആ നിലവിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ഒരു കേസ് അത് ഓക്കെ, എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ എന്നുള്ളതോട് കൂടിയിട്ട് ചോദിക്കണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മെഡിസിൻസ് കാര്യങ്ങൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്കണം. നമ്മൾ മെഡിസിൻസ് എടുക്കുന്നുണ്ട്, ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ട്, ഇതെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പറയേണ്ടതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കാന്ന് പറഞ്ഞാൽ ചില സാഹചര്യത്തിൽ ഒരു ലോഡിങ്ങോട് കൂടിയിട്ട്, ലോഡിംഗ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ പ്രീമിയം ആണ്, ആ ഒരു പ്രീമിയം വാങ്ങിക്കൊണ്ട് കമ്പനി നമ്മുടെ പോളിസി അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അതിനകത്ത് നമുക്കുള്ള ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അഡീഷണൽ പ്രീമിയം കൊടുക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വളരെ എവിഡന്റ് ആണ്, ഇങ്ങനെ അസുഖം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് കമ്പനി എടുത്തിരിക്കുന്നത്. അപ്പോൾ നാളെ അതിന്റെ സമയം വരുമ്പോൾ, നിലവിൽ ഇപ്പോൾ ഒരു കമ്പനികൾക്കെല്ലാം തന്നെ എന്ന് പറഞ്ഞാൽ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് 3 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. 4ാമത്തെ വർഷം മുതലാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലെയിമുകൾ നമുക്ക് കിട്ടുക. അപ്പൊ ഈ ഒരു 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷം മുതൽ കമ്പനിക്ക് യാതൊരു കാരണവശാലും തരാതിരിക്കാൻ സാധിക്കില്ല, നിർബന്ധമായിട്ടും അവർക്ക് തരേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് ഇത് നമ്മൾ മെൻഷൻ ചെയ്യണമെന്ന് ആളുകളോട് നിർബന്ധമായിട്ട് പറയുന്നു. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ആ പോളിസി എടുക്കാനായിട്ട് സാധിക്കില്ല. അതായത് ഇത്രയും കണ്ടീഷൻസ് ഉള്ള ഒരാൾക്ക് പോളിസി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കമ്പനി അത് റിജക്ട് ചെയ്യും. അപ്പൊ ഈ റിജക്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ പറയുന്ന HDFC ERCO, ടാറ്റ AG, ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പല സാഹചര്യത്തിലും അണ്ടർ റൈറ്റിംഗ് ടീം നല്ല സ്ട്രോങ് ആണ്. ഒരുമാതിരിപ്പെട്ടിട്ടുള്ള ചില കേസുകൾ അവർ അക്സെപ്റ്റ് ചെയ്യുമെങ്കിലും തീരെ എടുക്കാൻ പറ്റാത്ത സംഭവങ്ങൾ അവർ എടുക്കുക തന്നെ ഇല്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന കെയറിന്റെ ഫ്രീഡം പോലുള്ള പ്ലാനുകൾ മാത്രമായിരിക്കും നമുക്ക് ആളുകൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഈവൻ നമ്മളിപ്പോൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് വരെ എന്ന് പറയുന്ന നേരത്ത് അവർക്ക് ഒരു 2 സ്റ്റെന്റ് വരെയൊക്കെയാണ് ഇട്ടേക്കണേ. 5 വർഷത്തിനുള്ളിൽ നമുക്ക് 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് ഒരു 5നും 7നും ഇടയ്ക്ക്, 2 വർഷത്തിനും 7 വർഷത്തിനും ഇടയ്ക്ക് എന്നുള്ള ഒരു രീതിക്ക് ആളുകൾക്ക് എടുക്കാൻ സാധിക്കുമെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന ബിർളയുടെയൊക്കെ പ്രോഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ് അവർക്ക് കൊടുക്കാനായിട്ട് പോലും. അതിന്റെ നമ്മൾ ഈ പറയുന്ന ഒരു എക്കോയും 2D എക്കോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളത് ചെയ്ത് കൊടുക്കാറുണ്ട് ചില സാഹചര്യങ്ങളിൽ. അപ്പൊ എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ എടുക്കും. ഇനി എടുക്കാൻ പറ്റില്ലാത്തൊരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ കമ്പനി അത് ഒഴിവാക്കട്ടെ, നമുക്കും അത് തന്നെയാണ് നല്ലത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചില സാഹചര്യത്തിൽ ആളുകൾ ഇത് മറച്ചു വെക്കും. ഒരു ക്ലെയിം വരുന്ന സാഹചര്യം വരുമ്പോഴായിരിക്കും ഇതറിയാം. ഇത് മറച്ചു വെക്കും എന്നുള്ളത് ചില സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ മറച്ചു വെക്കുന്നതായിരിക്കും, ചില സാഹചര്യത്തിൽ ഏജന്റ് അത് പറയണ്ട എന്ന് പറയുന്നതായിരിക്കും.
അപ്പൊ പറയണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലിയൊരു അസുഖം നമുക്കുണ്ട്, ആ അസുഖം മറച്ചു വെച്ചിട്ട് എടുക്കാം എന്ന് പറയുന്ന ഒരു കേസിൽ യാതൊരു കാരണവശാലും ഒരു കസ്റ്റമറും അതിനെ നമുക്കിത് ചെയ്യരുത്. എൻ്റെ അടുത്ത് കസ്റ്റമേഴ്സ് ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ ഞാൻ ആ 4 വർഷം മിണ്ടാതിരുന്നാൽ പോരെ, എനിക്ക് പ്രോഡക്റ്റ് തരൂ എന്ന് വരെ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ കൊടുത്തിട്ടില്ല. കാരണം അത് എത്തിക്കലി തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഒന്ന്. രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സാഹചര്യത്തിൽ ഇവര് ഈ പറയുന്ന പോലെ കേസിന് പോകാമെന്നുള്ള ഒരു സാഹചര്യം ആകുമ്പോൾ നേരത്തെ പോലെയല്ല, ഇപ്പൊ പ്രൊസീജിയേഴ്സിന് മാറ്റമുണ്ട്. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ഏജന്റ് ഫില്ല് ചെയ്യുന്നത്, അപ്പൊ അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എല്ലാം ഈ പറയുന്ന ആളോട് പറഞ്ഞിരുന്നു, ഈ പറയുന്ന ഏജന്റിനോട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഏജന്റ് എന്നിട്ട് രേഖപ്പെടുത്താത്തതാണ് എന്നുള്ള രീതിക്കാണ് അദ്ദേഹം സംസാരിച്ചത്. ഇപ്പോഴത്തെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവം ഫില്ല് ചെയ്താലും നമ്മുടെ പ്രപ്പോസൽ ഫോം കൂടെ കൂടിയിട്ട് തിരിച്ച്, ഇപ്പൊ എർഗോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്ലയൻസിന് അറിയാം, നിങ്ങൾക്ക് തന്നെ ആ സംഭവം തിരിച്ചു വരുന്നുണ്ട്. ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രപ്പോസൽ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് തന്നിരിക്കുന്നത്, ഇന്ന സംഭവങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇതൊക്കെ അങ്ങനെ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മളോട് ഉറപ്പ് മേടിച്ചിട്ടാണ് പോളിസി ഇഷ്യൂവൻസിലേക്ക് പോവുക. അപ്പൊ ആ പോളിസി ഇഷ്യൂവൻസിന് മുമ്പ് തന്നെ, അതുകൊണ്ടാണ് ഈ പറയുന്ന കസ്റ്റമർ തന്നെ ഇത് കൈകാര്യം ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയാണ് കസ്റ്റമറിന് OTP കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ പ്രപ്പോസൽ അടക്കം സബ്മിഷൻ നടക്കുകയുള്ളൂ. പ്രപ്പോസൽ സബ്മിഷൻ നടന്നാലും, പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ഈ പോളിസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പം അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഈ പ്രപ്പോസൽ അവിടെ എത്തി വീണ്ടും കസ്റ്റമറിന് അയച്ച് കസ്റ്റമർ ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് പോളിസി ജനറേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഈ പുതിയ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇനിയുള്ള കസ്റ്റമേഴ്സിന് അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നു എന്നിട്ട് ഇങ്ങനെയാണ് വന്നിരുന്നത് എന്നുള്ള ഒരു കാര്യം പറയാൻ പറ്റില്ല. കാരണം നമ്മൾ വീണ്ടും അപ്രൂവ് ചെയ്തതിന് ശേഷമാണ് നമുക്കത് പോളിസിയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഇനി അവിടെ നമ്മൾ പോളിസി ഇത് വായിച്ചു നോക്കിയില്ല എന്ന് നമുക്ക് പിന്നീട് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ഒരു വാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്യണം, ഞാൻ ചെയ്തൊരു വീഡിയോ ഇത്രത്തോളം ആളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോയാണ്, എന്നിട്ടും അവർ പറയുന്നു അവർക്ക് അറിയില്ല എന്ന്. അത് യാതൊരു കാരണവശാലും ഒരു കമ്പനീനെ കുറിച്ചും പറയാൻ പാടില്ല. അതിപ്പോ ഈവൻ സ്റ്റാറിനെ കുറിച്ച് പറഞ്ഞാൽ പോലും നമ്മൾ അത് അംഗീകരിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ പറയണം. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഈ ഹെൽത്ത് ഇൻഷുറൻസിലെയും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണോ നമ്മുടെ അവസ്ഥ അതങ്ങനെ തന്നെ നമ്മൾ അങ്ങോട്ടേക്കും തിരിച്ച് കമ്പനി എന്താണോ പറയുന്നത് അത് കമ്പനിയും അങ്ങനെ തന്നെ തരണം എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ നിയമത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോംപ്ലിക്കേറ്റഡ് ക്ലോസ് വെച്ചിട്ട് കസ്റ്റമറിനെ ചുറ്റിക്കാനായിട്ടാണ് നോക്കുന്നത് എങ്കിൽ അങ്ങനെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാല് വിധി വരുമ്പോൾ, നമ്മുടെ ഒരു കേസിന് പോയി അത് വിധി വരുമ്പോൾ എല്ലായ്പ്പോഴും അത് കസ്റ്റമറിനെയാണ് ഫേവർ ചെയ്യാവുള്ളൂ എന്ന് വരെ അത് നമ്മൾ IRDA ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കസ്റ്റമറിനോട് പറയുന്ന ഒരു കാര്യമാണ്, കസ്റ്റമേഴ്സ് എല്ലാം തന്നെ ഒരു നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ പോകുക. നിങ്ങൾ ഏത് കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ് എടുത്തതെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു നെറ്റ്വർക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് എല്ലായ്പ്പോഴും ശ്രമിക്കുക. ക്യാഷ്ലെസ്സിന് വേണ്ടിയിട്ട് തന്നെ പോവുക. അപ്പൊ ഈ ക്യാഷ്ലെസ്സിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ ചെന്ന് ഈ പറയുന്ന നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റും പ്രോപ്പറായിട്ട് അവിടേക്ക് അയച്ചു കൊടുത്ത് നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസർ, ഏജന്റ്, കൺസൾട്ടന്റ് അവരുമായിട്ടും കൂടെ കൂടിയിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം, ഇത് അയച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഫോളോ അപ്പ് ചെയ്യുക. ഫോളോ അപ്പ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളുടെ ഈ പറയുന്ന വെയിറ്റിംഗ് പീരീഡ്സ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് തീർച്ചയായിട്ടും ക്ലെയിം വരേണ്ടതാണ്. അല്ലാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റിംഗ് പീരീഡ്സ്, ഇപ്പൊ ഒരു റിജക്ഷൻ വരുന്ന ഘട്ടത്തിനകത്ത് വരുന്ന ഒരു സംഭവമാണ് ഈ വെയിറ്റിംഗ് പീരീഡ്. അതുകൊണ്ടാണ് വെയിറ്റിംഗ് പീരീഡിനെ കുറിച്ച് പറയുന്നത്. രണ്ടാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കസ്റ്റമറിന് അവരുടെ ഒരു രീതി വെച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തരത്തിൽ ഇത് കിട്ടേണ്ട ക്ലെയിം അല്ല എന്ന് അവർക്കൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ അവരാദ്യം ആ പോയിന്റ് റൈസ് ചെയ്യും. ആ പോയിന്റ് റൈസ് ചെയ്തിട്ട് അതിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടോ അപ്പോഴാണ് അവർ വീണ്ടും ഓരോന്ന് തപ്പി കണ്ടുപിടിച്ച് കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിയുമ്പോൾ അത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഈ റിജക്ഷന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുക. കാരണം അവർക്ക് തരാൻ പറ്റില്ല, പിന്നെ എന്ത് കാരണം എന്നുള്ളതായിരിക്കും അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലുണ്ട് കേട്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അറിയില്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂസ് കുറെ കണക്റ്റഡ് ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഡെങ്കു വന്നു വിചാരിക്കാം. ഡെങ്കിപ്പനി വന്ന് എനിക്ക് കിട്ടുമെന്ന് ചോദിക്കുന്ന ആൾക്കാരില്ലേ, ഡെങ്കു വന്നു, നിങ്ങളുടെ കൗണ്ട് ആക്ച്വലി ഒരു 50,000 താഴെ പോയെന്ന് വിചാരിക്കാം, നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അത് ക്ലെയിം കിട്ടും.
ആ ക്ലെയിം, കാരണം അത് നിങ്ങൾക്ക് കിടക്കാതെ പറ്റില്ല എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത് കിട്ടും. ഇനിയിപ്പോ അതല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ ലിവറിനെ കൂടെ കൂടിയിട്ട് അവർ ഈ SCPT വാല്യൂ SGOT വാല്യൂ ഒക്കെ എടുക്കില്ല. അപ്പൊ ആ ലിവറിന്റെ ആ സംഭവങ്ങൾ ടെസ്റ്റ് നടത്തി അതിന്റെ വാല്യൂസ് എടുക്കുമ്പോൾ ആ വാല്യൂസ് വളരെ ഹൈ ആണ് എന്നുണ്ടെങ്കിലും അത് കാണിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിർബന്ധമായിട്ട് ആ ക്ലെയിം മേടിച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷെ നിങ്ങളുടെ വാല്യൂസ് കാര്യങ്ങളൊക്കെ നോർമലാണ്, അങ്ങനെയുള്ള കാര്യത്തിൽ ചെറിയൊരു കാലുവേദനയുടെ ആ ഒരു ജോയിന്റ് പെയിൻ മാത്രമായിട്ടാണ് നിങ്ങൾക്കുള്ളൂ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് പലപ്പോഴും അവിടെ ഒരു റിജക്ഷന്റെ ഒരു സാധനം വന്നു കയറുക. ക്ലെയിം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു ഭാഗമായിട്ട് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിനെ അവിടെ കിടത്തി ചികിത്സിക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവം ഉണ്ടോ എന്നുള്ളതാണ്. കിടത്തി, അതായത് ഇപ്പൊ ഒരു പനി വന്നു എന്ന് പറയുന്ന നേരത്തെ നമുക്ക് പാരസെറ്റമോൾ തന്നിട്ട് നമ്മളെ വിടുന്ന സാഹചര്യമാണോ, അതല്ല നിർബന്ധമായിട്ടും അവിടെ കിടത്തേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യമാണോ എന്നുള്ള ഒരു സംഭവം ഉണ്ട്. ഓക്കെ, ആക്റ്റീവ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. ഈ ആക്റ്റീവ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ഉള്ള ഒരു കേസ് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, അവിടെ അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് വേണ്ടി വരും. പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറെ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു കോൺട്രവേഴ്സിയാണ്. നമ്മൾ അതിൽ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളെയും വേറെ തരത്തിലായിരിക്കും ചിലപ്പോൾ പറയാം. പിന്നെ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ കമ്പനികളുടെയും നമ്മൾ ചെയ്യുന്നതാണ് എന്തായാലും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നയാളെ ഫേവർ ചെയ്തു ഇന്നയാളെ അഗൻസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു സംഭവം അതിനകത്ത് വരാനില്ല. കാരണം അവരുടെ എല്ലാവരുടെയും ബിസിനസ് നമ്മൾ ചെയ്യുന്നതാണ്. എല്ലാവരും തന്നെ ഓൾമോസ്റ്റ് പറ്റുന്ന ജെനുവിനിറ്റിയിൽ നിൽക്കുന്നതുമാണ്. ജെനുവിൻ കേസ്, ഇപ്പൊ അദ്ദേഹം ജെനുവിൻ അല്ലാന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, അങ്ങനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ആ പറഞ്ഞിരിക്കുന്ന സംഭവം ഇങ്ങനെ തന്നെയാണോ എന്ന് പറയുന്നത് അദ്ദേഹം ജെനുവിൻ അല്ല എന്നല്ല. പക്ഷെ ഇതില് ഒന്ന് രണ്ട് സംഭവങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു സംഭവം ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ട് ആ ഒരു കമ്പനിക്കാര് എന്നോട് വന്ന് പ്രതികരിച്ചില്ല അങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു കമ്പനിയുടെ ഒരാൾ ഒരു പക്ഷെ നിങ്ങളെ വന്ന് അങ്ങനെ ചെയ്തോളണം എന്ന് നിർബന്ധമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ചാനൽസ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ക്ലെയിം നമുക്ക് റിജക്ട് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഗ്രീവൻസ് ഓഫീസർ ഉണ്ട്. എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികൾക്കും ഗ്രീവൻസിന്റെ ഓഫീസേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഗ്രീവൻസ് ഓഫീസറിന് ഒരു മെയിൽ അയച്ചിട്ടുണ്ടോ, ആ ഗ്രീവൻസ് ഓഫീസറിന്റെ റിപ്ലൈ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണോ, അവർ കിട്ടേണ്ടതായിട്ടുള്ള ഒരു ക്ലെയിം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണോ, ഇതൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ ഓംബുഡ്സ്മാൻ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ ഗ്രീവൻസ് ഓഫീസറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സാധനം വെച്ച് അത് നമുക്ക് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓംബുഡ്സ്മാനെ സമീപിക്കാം. അത് ഒരു വർഷത്തിനുള്ളിൽ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമീപിച്ചാൽ മതി. അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ പോയി, അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ അയച്ചിട്ട് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാവുന്ന കേസുകൾ മാത്രമേ ഉള്ളൂ സത്യത്തിൽ. ഇവിടെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിർളയിൽ അദ്ദേഹം വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പൊ 2 വർഷം നമ്മൾ ക്ലെയിം ഫ്രീ, ആദ്യത്തെ 2 വർഷം ക്ലെയിം ഫ്രീ ആയിട്ട് നടന്നിട്ട് 3-ാമത്തെ വർഷം മുതൽ നമ്മൾ ചെല്ലുന്ന ക്ലെയിമുകളൊക്കെ, അതായത് നോർമലി ഒരു അസുഖം ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് ചെയ്യുന്ന ക്ലെയിമുകളൊക്കെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളിലും തന്നെ ത്രൂ ആക്കി വിടാറുണ്ട്. പിന്നെ ആ പ്രോഡക്റ്റ് അനുസരിച്ച് കട്ടിങ് വല്ലതും വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ എല്ലാ പ്രോഡക്ട്സിലും ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പുതിയ പ്രോഡക്ട്സിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കട്ടിങ്ങുകൾ ഒഴിവാക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ട് താനും. ഇത് നോക്കുക, പ്രോഡക്റ്റുകൾ മോശമല്ല, കമ്പനികൾ മോശമല്ല, അദ്ദേഹവും മോശമല്ല. പക്ഷെ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചേക്കുന്നത് എന്നുള്ളത് ഒരു ലെറ്ററോ, അതായത് നമുക്കൊരു സംഭവം ഡിനേ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ ഒരു ലെറ്ററോ, ഒരു റെപ്യൂട്ടേഷൻ ലെറ്ററോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇതിനകത്ത് എന്താണ് യഥാർത്ഥത്തിൽ എന്നുള്ളത് അറിയില്ല. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ആളുകൾക്ക് എല്ലാം ഒരു പരിഭ്രാന്തി വരും. കണ്ട എല്ലാ കമ്പനികളും ഇങ്ങനെ പറ്റിക്കാനാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വരും. അങ്ങനെയല്ല, കുറെ കാര്യങ്ങൾ അതിനകത്ത് അറിയാനായിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കും ഈ പറയുന്ന അങ്ങനത്തെ ഒരു സെഷൻ അത് ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുന്നതാണ്. ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഏറ്റവും ആദ്യം നമ്മുടെ സുഹൃത്തുക്കൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഫ്രീ ഓഫ് കോസ്റ്റ് സെഷൻ എടുക്കുക കേട്ടോ, നിങ്ങൾക്കത് ഒറ്റയ്ക്കായിട്ടോ ഗ്രൂപ്പായിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും അതിന്റെ ലിങ്ക് ഞാൻ തരാം. 1 മണിക്കൂർ നിങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബേസിക് സാധനങ്ങളെല്ലാം തന്നെ നമുക്കത് ചെയ്യാം. അത് ഒരു അവയർനെസ് നിങ്ങൾക്ക് സ്വയം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്കാണെങ്കിലും മനസ്സിലാവും. അത് കിട്ടാത്ത ആൾക്കാർ എൻ്റെ കാശ് പോയി, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ഒരു തട്ടിപ്പാണ്, ഇങ്ങനെ ഒരു സംഭവമാണ് അതിനകത്തേക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളൊരു അവയർനെസ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾ ആർ വെൽക്കം. അങ്ങനത്തെ ഒരു സംഭവം ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാണ്. അതിൽ നിങ്ങൾക്കും ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡു കോണ്ടാക്ട്, ഡു വാട്സപ്പ്.